ഏയ് എങ്ങോട്ടാ? എനിക്കെന്റെ ഭാര്യയും കുഞ്ഞിനൊന്ന് ഭാര്യയും കുഞ്ഞോ? തന്റെ പാസ് ഉണ്ടോ? ഇല്ല. ആ എന്നാ പോയിട്ട് രാവിലെ വാ. അത് എനിക്കൊന്ന് കണ്ടേ പറ്റൂ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ ചെല്ലേ. പോ പോ പോ. ഞാൻ- പോടോ. വെറുതെ മെനക്കെടുത്താൻ. എന്താടോ? ഒച്ച വെക്കല്ലേ, എന്റെ കുഞ്ഞിനെ കാണാൻ വന്ന. എനിക്കറിയില്ല. നിൽക്കാനൊന്നും നേരമില്ല. നിന്നെ ഞാൻ നേരത്തെ നോക്കി വെച്ചതാണോ? അയ്യോ, ഞാൻ കള്ളനല്ല. ഞാൻ എന്റെ കുഞ്ഞിനെ കാണാൻ വന്ന. എന്റെ കുഞ്ഞിനൊന്ന് കാണിച്ചാ മതി. കാണിക്കണോ? പാതിരാത്രിക്കല്ല കൊച്ചിന്റെ അച്ഛൻ ആപ്പിളും വാങ്ങി കാണാൻ ചെല്ലേണ്ടത്. അപ്പൊ ഇടി തിത്തയ്യ. പിള്ളേച്ചനെയും കൂടി വിളിക്കണമെന്ന് വിചാരിച്ചതാ. എന്തിനാ ഇടി ഷെയർ ചെയ്യാനാ? ഉള്ള മണ്ടത്തരമൊക്കെ കാണിച്ചിട്ട്. എന്റെ കുഞ്ഞിന്റെ മുഖം കാണാനുള്ള കൊതി കൊണ്ട് പോയതാ. അവൻ എങ്ങനെ ഇരിക്കാവോ? അങ്കിൾ എന്തിനാ കരയണേ? വേദനയുണ്ടോ? അങ്കിള് പോവാ. അങ്കിൾ എങ്ങും പോണ്ട. ഞങ്ങളെ വിടൂല. പോണം. ഇനി അങ്കിൾ ഇവിടെ താമസിക്കണില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? നീ എങ്ങും പോകുന്നില്ല, ഒക്കെ ശരിയാവും. എന്റെ മോന്റെ മുഖം കാണാതെ, രാധമില്ലാതെ എനിക്കിനി ജീവിക്കണ്ട. നീ ഇങ്ങനെ വിഷമിക്കാതിരി. കുഞ്ഞിനെ കാണാനല്ലേ നമുക്കൊരു വഴിയുണ്ടാകും. എന്തിനാ എന്തിനാ? ഓ, അച്ഛന്റെ മോൻ തന്നെയാ. നോട്ടം കണ്ടില്ലേ, കള്ളൻ. അച്ഛനോട് വല്ലതും ചെന്ന് പറയണോ ആന്റി? അയ്യോ അയ്യോ അയ്യോ, ചിരിക്കണ കണ്ടില്ലേ? എനിക്ക് വയ്യ. സുന്ദരേഷിനെ കുഞ്ഞിനെ ഒന്ന് കാണിക്കണമെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. ഇനിയും കാണിക്കാതിരുന്നാ കാണിക്കില്ല. കാണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അതിനിപ്പോ ആരുടെ ഉപദേശവും വേണ്ട. അമ്മേ, നീ മിണ്ടായിരിക്കടി. ചൂടാവണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം. അയ്യോ, ചായ കുടിച്ചിട്ട് പോയാ മതി. വേണ്ട, ചായ കുടിച്ചു കഴിഞ്ഞ് ഇത് കുടിക്കാൻ വേണ്ടിയാണോ വന്നതെന്ന് ചോദിച്ചാ പറയാൻ മറുപടിയൊന്നുമില്ല. വാ മക്കളെ. പോക്ക് കണ്ടില്ലേ മൂദേവി? അവരെ പിണക്കി വിട്ടപ്പോ അമ്മയ്ക്ക് സമാധാനായല്ലോ അല്ലേ? അതേടി, എനിക്ക് സമാധാനായി. അവളുടെ കുണുങ്ങിയുള്ള വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ അവന്റെ കൊണവധികാരം പറയാനാണെന്ന്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്. അതിന് നിനക്കെന്താടി ഇത്ര ദണ്ണം? ദേ, അവിടെ മര്യാദക്ക് കിടന്നോണം, പറഞ്ഞേക്കാം. നീ തോറ്റു പോവാണ് രാധേ. സ്നേഹം കൊണ്ട് സുന്ദരേഷൻ ഇപ്പോഴും നിന്നെ തോൽപ്പിക്കുകയാണ്. ഇനിയും കുഞ്ഞിനെ കാണിക്കാതിരിക്കാന്ന് വെച്ചാ അത് സുന്ദരേഷിന്റെ തെറ്റിന് നീ കൊടുക്കുന്ന ശിക്ഷയല്ല, ഒരുതരം ക്രൂരതയാണ്. നിന്റെ കുഞ്ഞിന്റെ അച്ഛനാണ് സുന്ദരേഷൻ. അവന് നിങ്ങൾ രണ്ടുപേരും വേണം. ഞാൻ സ്നേഹിക്കാൻ ആളില്ലാതാവുമ്പോഴേ കിട്ടിയിരുന്ന സ്നേഹത്തിന്റെ വില നമുക്ക് മനസ്സിലാവും. സുന്ദരേഷിന് നിന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവും.
മിടുക്കി മിടുമിടുക്കി സ്വന്തം ഭർത്താവിനെ വേണ്ടെന്നതൊക്കെ ചങ്കൂറ്റം കാണിച്ചവൾ അവളാണ് ആ പെണ്ണ്. ഹാപ്പി ഡൈവേഴ്സ്. പഴവങ്ങാടി ഗണപതിക്ക് മുമ്പിൽ ഞാനെടുക്കുന്ന ഓരോ നാടുകേരവും പൊട്ടിച്ചിതറുമ്പോൾ നിന്റെ കുടുംബ ബന്ധവും അതുപോലെ പൊട്ടിച്ചിതറണമെന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചവനാടാ ഞാൻ. നാളെ ഞാൻ 101 തേങ്ങയടിക്കും. ഒരു വിവാഹം മോചിത കേരളമാണ് എന്റെ സ്വപ്നം. ഡൈവോഴ്സ് ഓൺ കൺട്രി. ഒരുമാതിരി പുരക്ക് തീ പിടിക്കുമ്പോ വാഴോട്ടം നോക്കരുത് കേട്ടോ. ഇതിന് പകരം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാ ഞാൻ വന്നത്. തോക്കിന് പകരം തോക്ക്, ലാത്തിക്ക് പകരം ലാത്തി. കേട്ടിട്ടില്ല തോട്ട് ചരിത്രം കേട്ടിട്ടില്ല. കം ടു ദ റിയാലിറ്റി. വക്കീൽ നോട്ടീസിന് പകരം വക്കീൽ നോട്ടീസ് ഞാൻ അയക്കും. പിന്നെ നിനക്ക് പ്രൊമോഷൻ, ജോലിയിൽ 50 രൂപ അധിക ശമ്പളം. എന്തിന്? ഒരു ഡൈവോഴ്സ് ഭർത്താവിന് എന്റെ വക ആനുകൂല്യങ്ങളാണ്. സൂപ്പർ ലോട്ടോ അല്ലേ? എന്നിട്ട് വീണ്ടും ഭർത്താവാകൂ, കൈ നിറയെ കുട്ടികളെ നേടൂ, എന്നിട്ട് വീണ്ടും ഡൈവോഴ്സ് ചെയ്യൂ. കുറച്ചുകൂടി ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. ഞാനെന്തിനും ഡീസന്റ് ആവണേ? ഇല്ലാത്ത പൈതൃകം, മരവിച്ചുപോയ മനസ്സാക്ഷി, കശാപ്പ് ചെയ്യപ്പെടുന്ന കുടുംബ ബന്ധങ്ങൾ കണ്ട് തുള്ളിച്ചാടുന്ന മനസ്സ്, സ്വന്തം ഡ്രൈവറിന്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഭാര്യ. എനിക്കെന്താ ഒരു കുറവ്? അത് നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കണം. എനിക്ക് ഇനി ഇവിടുത്തെ ജോലിയും വേണ്ട, നിങ്ങളുടെ ഉപദേശം വേണ്ട. തിരിച്ച് ഡൈവേഴ്സ് നോട്ടീസ് അയക്കാനാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഒരു കുടുംബം നല്ല രീതിയിൽ തകർക്കാൻ നോക്കിയപ്പോ സമ്മതിക്കില്ല ദ്രോഹികൾ. നീയൊക്കെ എന്റെ അടുത്ത് വരുവടാ, വരും. രാധാമണി ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാം. അയ്യോ, ഇതാര്? എന്റെ മരുമോനോ? വന്നകാലെ നിക്കാതെ ഞവത്തോട്ട് കേറി ഇരിക്കണ്ട മുന്നാര മോനെ. എടി, വെള്ളം അടിച്ച് നിൽക്കാതെ ഉരുള ചായ ഇട്ടോണ്ട് കൊടുക്കടി. ഇത്തിരി ബൂസ്റ്റും കൂടി ഇട്ടോ, ക്ഷീണം കാണും. ഞാൻ രാധമ്മയൊന്ന് കാണാൻ വന്ന. അയ്യോ, അവളിപ്പോ വേണുഗോപാലിന്റെ കൂടെ കാർ കയറി പോയല്ലോ. അവരുടെ കല്യാണം നിശ്ചയിച്ചിരിക്കല്ലേ. സാരി വാങ്ങണമെന്നോ വീട് കാണണമെന്നോ ഞാൻ കരുതി നീ അറിഞ്ഞു കാണുമെന്ന്. ഇപ്പൊ അവന്റെ വീട്ടിൽ തന്നെ അവള്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കും. അതിന് അധികം നാളൊന്നും വേണ്ട. അയാളും 2ാം കെട്ട്, അവളും 2ാം കെട്ട്. അതുകൊണ്ട് കെട്ടാനൊരു ബുദ്ധിമുട്ടുമില്ല. അതിനു മുമ്പ് നീയായിട്ടുള്ള ഇടപാട് തീർക്കാൻ എന്റെ മോളൊരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. കിട്ടിയില്ലേ? കിട്ടി. ഇതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ പച്ചക്കള്ള. ഞാൻ എന്റെ രാധമയെ തല്ലിയിട്ടില്ല, ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടില്ല, കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല. എനിക്ക് വേറെ ഒരു സ്ത്രീയായിട്ടും ബന്ധമില്ല. നിങ്ങൾ ഒരാളാ ഇതിനൊക്കെ കാരണം. രാധാമണി എന്റെ മോളാ. ഞാൻ പറയണതേ അവൾ അനുസരിക്കൂ. നീ കുഞ്ഞിനെ കാണാൻ നടന്നിട്ട് എന്തായി? അവള് കാണിച്ചോ? ഇല്ല. അവളോട് മിണ്ടാൻ നടന്നിട്ട് എന്തായി? അവള് മിണ്ടിയോ? ഇല്ല. അറുത്ത് മുറിച്ചൊന്നും കൂട്ടിക്കെട്ടാൻ അവക്ക് താല്പര്യമില്ല. പിന്നെ നീ ഗുരുത്വമുള്ളവനാ. ഉന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ നീ ആ വേണുഗോപാലിനെ പോയി തല്ലിയത് നന്നായി. അതുകൊണ്ട് അവളെ കൊണ്ട് വക്കാലത്ത് ഒപ്പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിന്നെ നിങ്ങൾ തമ്മിൽ കാണും, കോടതി വെച്ച് പിരിയാൻ വേണ്ടി ഒപ്പിടാൻ. അതിന് ഞാൻ ജീവനോട് ഉണ്ടാവില്ല. അത് ഉറപ്പാ. ചാവടാ. പിന്നെ നിന്റെ കുഞ്ഞിന്റെ കാര്യം, തണ്ട ചത്തു എന്ന് വെച്ച് ഭൂമിയിൽ ഒരു കുഞ്ഞും വളരാതിരുന്നിട്ടില്ല കേട്ടാ. രാധാമണി, ഓ തമ്പുരാട്ടി എഴുന്നള്ളിയോ? സുന്ദരേശൻ ഒരു വക്കീൽ നോട്ടീസ് കിട്ടിയെന്ന് കരുതി അവന്റെ തലയിൽ മാനമൊന്നും ഇടിഞ്ഞു വീഴില്ല. ഇപ്പൊ തൃപ്തിയായില്ലേ? ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചെന്നോ? എന്ത് തോന്നിയ പിള്ളച്ചനി പറയണേ? ഞാൻ ആർക്കും ഒന്നും അയച്ചിട്ടില്ല. അയക്കാതെ പിന്നെ ആകാശത്ത് പൊട്ടി വീഴുവോ? രാധാമണി അറിഞ്ഞിട്ടില്ലെങ്കിൽ നിന്റെ ഈ മരം കൂടെ തന്തേ. അത് മോളെ, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടി അച്ഛൻ. നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾ അയച്ചത് വക്കീൽ നോട്ടീസ് അല്ല, അവനെ കൊല്ലാനുള്ള കൊലക്കേറ. അതിനും മാത്രം തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല. ഒറ്റ തെറ്റേ അവൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ മകളെ ഒരുപാട് സ്നേഹിച്ചു പോയി. അവന് നിന്നോടുള്ള സ്നേഹം മനസ്സിലാക്കിയത് കൊണ്ട് അവന് വേണ്ടി തെറ്റ് മുഴുവൻ ചെയ്തത് ഞാനാണ്. ചെറിയാനെ വിട്ടതും പോസ്റ്റർ ഒട്ടിച്ചതും ഫയൽ അടിച്ചു മാറ്റിയതും എല്ലാം ഞാനാ. അവൻ തറവാട്ടി പിറന്നവനായതുകൊണ്ട് എന്റെ ജോലി പോകാതിരിക്കാൻ കുറ്റം അവൻ ഏറ്റെടുത്തു. ഭാര്യയെ ഇത്രയും സ്നേഹിച്ചൊരു ഭർത്താവിനെ കിട്ടാൻ പുണ്യം ചെയ്യണം, പുണ്യം. 7 ജന്മം ജനിച്ചാലും അവനെ പോലൊരു ഭർത്താവിനെ നിനക്ക് കിട്ടില്ല. അവന്റെ സ്നേഹം അനുഭവിക്കാൻ നിനക്ക് യോഗമില്ല. എടോ കാട്ടുവള്ളി, അവൻ പോയിട്ട് ഈ നേരം വരെ മടങ്ങി വന്നിട്ടില്ല. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പുണ്ണാക്കിയോ? ഒരു കാട്ടുവള്ളി
തന്റെ കാടും വള്ളിയും പറിച്ച് കത്തിച്ചളഞ്ഞാൻ. നിങ്ങളൊരമ്മയാണോ? ഫു. മോളെ മിണ്ടരുത്, എനിക്കൊന്നും കേക്കണ്ട. എന്തിനാ എന്തിനാ എനിക്ക് നിങ്ങളെ പോലെ അച്ഛനും അമ്മയും? നിങ്ങൾക്ക് വേണ്ടത് മകളല്ല, പണം കായ്ക്കുന്ന ഒരു മര. പൊയ്ക്കോണം. നാളെ നേരം വെളുക്കുമ്പോ ഇവിടെ കണ്ടുപോരുത്. ഇനി എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കറിയാം. എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? ആരെ കാണാനാ? നിന്നെ ഇവിടെ ആരെങ്കിലും അന്വേഷിച്ചോ? നിനക്ക് കാണാനും പറഞ്ഞിട്ട് പോകാനും ഇവിടെ ആരുമില്ലല്ലോ. ചെല്ലി പൊയ്ക്കോ. നിന്നെ ഞങ്ങൾക്കും കാണണ്ട. മനുഷ്യനെ തീറ്റിക്കാനായിട്ട് നീ പൊയ്ക്കോ. പോവാണ്. അതിനുമുമ്പ് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് വേണ്ടി ഇതുവരെ എല്ലാത്തിനും കൂട്ടുന്നില്ലേ? ഇതിനുകൂടി പിള്ളച്ചൻ എൻ്റെ കൂടെ ഉണ്ടാവണം, എൻ്റെ കൂടെ വരണം. ഏട്ടനോ? ആരേട്ടൻ? അങ്ങനെ എല്ലാം മറന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതല്ല ഞാൻ. ഇന്നുകൊണ്ട് നീ ആയിട്ടുള്ളതെല്ലാം അവസാനിപ്പിക്കും. വക്കീലേ, ആ പേപ്പർ കൊണ്ട് കൊടുക്ക. കുട്ടിയുടെ അച്ഛൻ ഫോർഡ് വള്ളി, ഐ മീൻ കാട്ടുവള്ളി. ഈ നിൽക്കുന്ന സുന്ദരേശന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് കേട്ടു. അതയച്ചത് ഞാനല്ല. ഞാൻ ഒറിജിനൽ അയക്കാറുള്ളൂ, ഒറിജിനൽ കൊടുക്കാറുള്ളൂ. ഇതാ ഐശ്വര്യോട്ടി ഒറിജിനൽ വാങ്ങിച്ചോളൂ. സുന്ദരേട്ട, എന്താ ഇങ്ങനെയൊക്കെ? ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എന്നറിയാം. പക്ഷെ ഞാൻ അനുഭവിച്ച വേദന ഒക്കെ സുന്ദരേട്ടനാണ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോ ഞാൻ എങ്ങനെയാ സഹിക്കുക? അതുകൊണ്ടാ എന്റെ മനസ്സില് ഈ ഒരു മുഖം മാത്രമേ ഉള്ളൂ. നമ്മുടെ മോൻ, അവനെ കാണണ്ടേ? വേണ്ട. ആ മുഖം കാണാൻ ഒരുപാട് ഞാൻ നടന്നിട്ടുണ്ട്. ആ മുഖം ഓർത്ത് ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൊതി എനിക്കില്ല. സുന്ദരേശ, വഴക്കും പിണക്കും ഒക്കെ ഉണ്ടാവുമ്പോഴേ പരസ്പരമുള്ള സ്നേഹത്തെക്കുറിച്ച് ബോധ്യം വരൂ. നിങ്ങൾ രണ്ടാളുടെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. ആയിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല. ആ പേപ്പർ വാങ്ങാം, എനിക്ക് പോണം. ഇല്ല, ഞാൻ വാങ്ങില്ല. ഞാൻ വാങ്ങില്ല. വാങ്ങണം, വാങ്ങിച്ചേ പറ്റൂ. ഞങ്ങളെ എന്നിട്ട് ഇതുപോലെ ഒരുപാട് ജോലിയോടെ ബാക്കിയുള്ളതാണ്. ഇതങ്ങ് വാങ്ങി. ഇല്ല, എനിക്ക് പറ്റില്ല. വാങ്ങ രാധാമണി. നിന്നെ സുന്ദരേശന് വേണ്ടെങ്കിൽ പിന്നെ നിനക്ക് മാത്രമായിട്ടല്ല.
അത് വായിക്കേ. ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തപ്പോ ഉമ്മ കൊടുക്കേ. അപ്പൊ ഇതുവരെ ഇതൊന്നും കിട്ടിയിട്ടില്ലേ? സുന്ദരേട്ടന് ജോലി കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡറാ. എന്നാലും നീ മനുഷ്യനങ്ങ് തീർത്തിച്ചളഞ്ഞാടാ കാലവാടാ. അപ്പൊ നീ ജോലി ഉണ്ടാക്കാൻ വേണ്ടി 2 ദിവസം ഇവിടുന്ന് മുങ്ങിയത്? അല്ല, അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒന്ന് വീട്ടിലാ, അതെടുക്കാൻ പോയതാ. സുന്ദരേട്ടാ, നമുക്ക് തിരിച്ചു പോവാം. എപ്പോഴും പറയാറില്ലേ, നമുക്ക് നമ്മുടെ നാടും വീടും കടയൊക്കെ മതിയെന്ന്. മതി. എനിക്ക് സുന്ദരേട്ടന്റെ പഴയ രാധമ്മയായ മതി. ഞാൻ ജോലി രാജിവെക്കുക. വേണ്ട, നീ ജോലി രാജിവെക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഒരു സാധാരണ കുടുംബത്തിന് ജീവിക്കാൻ ഒരാൾക്ക് മാത്രം ജോലി പോരാതമ്മേ, 2 ആൾക്കും വേണം. അല്ലേ പിള്ളച്ച? അതെ, ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി വേണം. എന്നാലും മക്കളെയൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റും. എന്താ വക്കീലെ കരയണ? ജീവിതത്തിൽ ഇതുവരെ ഞാൻ ബന്ധങ്ങൾ വേർപെടുത്തിയിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാ വേർവിട്ടുപോയവരെ ഒന്നിപ്പിക്കുന്നത്. അതോർത്ത് കരഞ്ഞു പോയതാ. നിർത്ത്, ആള് കയറുന്നുണ്ട്. ഇതെന്റെ സ്വന്തം ഭാര്യയാണ്. അപ്പൊ നിങ്ങൾ തമ്മിൽ വീട്ടിൽ വെച്ച് കാണാറില്ലേ? ടിക്കറ്റ് ടിക്കറ്റ്. ഭാര്യയ്ക്കും ടിക്കറ്റാ? സർക്കാർ നഷ്ടത്തിലല്ലേ ഓടുന്നേട്ടാ. ഭാര്യ വേറെ, വണ്ടി വേറെ. ബാക്കി ചില്ലറയില്ല, വീട്ടിൽ വന്നിട്ട് തരാം ഉമ്മയായിട്ട്. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ കൊടുത്തേക്ക് സാറേ, ഞങ്ങൾക്കും കാണാലോ. ഒരു ടിക്കറ്റിന് ഒരു ഉമ്മ ഫ്രീ. യാത്രക്കാരൊക്കെ എന്തെങ്കിലും, എല്ലാവരും ദൈവം രക്ഷിക്കട്ടെ അല്ലേ.